ഏതൊരു വ്യക്തിയും ചിന്തിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്വാമി, നിങ്ങൾ പറയുന്നു എല്ലാം പ്രകടമായത് ഭഗവാനിൽ നിന്നാണ്, ഒരേ ചൈതന്യത്തിൽ നിന്നാണ് വന്നത്. തീർച്ചയായിട്ടും ഒരു യുക്തിയുണ്ട്, ചോദ്യമുണ്ട്, യുക്തിപൂർവമായൊരു ചോദ്യമുണ്ട്. എല്ലാം ഒന്നിൽ നിന്നാണ് വന്നതെങ്കിൽ വന്നതെല്ലാം ആ ഒന്നിൻ്റെ സ്വഭാവം കാണിക്കേണ്ടതല്ലേ? ഉദാഹരണത്തിന്, സ്വർണത്തിൽ നിന്ന് വന്നതെല്ലാം എന്ത് തന്നെയായിരിക്കണം? സ്വർണം തന്നെയായിരിക്കണം. മണ്ണിൽ നിന്നുണ്ടായതെല്ലാം മണ്ണ് തന്നെ. അതുപോലെ ഈശ്വരനിൽ നിന്ന് വന്നതെല്ലാം ഒരേ ഈശ്വരൻ്റെ ശക്തിയും പ്രഭാവവും കാണിക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് ഇങ്ങനെ വൈവിധ്യങ്ങൾ വരുന്നു? അപ്പം തന്നെ സംശയമുണ്ടല്ലോ, ഒരു വൈവിധ്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്? ഇവിടെ നമ്മുടെ പൂർവികന്മാർ നമ്മളെ ഉറപ്പിക്കുന്നത് എല്ലാം ഈശ്വരനിൽ നിന്നാണ് വന്നതെങ്കിലും സ്വഭാവം കൊണ്ട്, സംസ്കാരം കൊണ്ട് ഒന്നിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതെങ്ങനെ വന്നു, ഈ സംസ്കാരം എങ്ങനെ വ്യത്യസ്തപ്പെട്ടു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പ്രയാസമാണ്. എന്നു മുതൽ തുടങ്ങി എന്നൊക്കെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ചെറിയ പ്രയാസമുണ്ട്. അതേതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ, പ്രകാശം മറഞ്ഞാൽ അവിടെ ഇരുട്ട് വരുന്നു. എന്തുകൊണ്ട് ഇരുട്ട് വരുന്നു? ഉത്തരം ഇത്രയേ പറയാൻ പറ്റുള്ളൂ. എന്ത്? പ്രകാശം മറഞ്ഞാൽ ഇരുട്ട് വരും എന്നുള്ളത്. അപ്പം നമ്മൾ എന്തുകൊണ്ട് മറഞ്ഞു എന്നൊക്കെ ചോദിച്ച് സമയം കളയുന്നതിന് പകരം ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ ഇപ്പോൾ ഇരുട്ടുണ്ട്, ഇനി ഇരുട്ടിനെ എങ്ങനെയാണ് മാറ്റേണ്ടത്? ഇതുപോലെ നമ്മളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ 4 തരത്തിലുള്ള സംസ്കാരങ്ങളുണ്ട്. അതേതൊക്കെയാണ് ഈ 4 തരത്തിലുള്ള സംസ്കാരങ്ങൾ? ഒന്നാമത്തെ സംസ്കാരം എന്ന് പറയുന്നത് ഓരോരുത്തരും വരുന്ന സമയത്ത് കൊണ്ടുവന്നിരിക്കുന്ന സംസ്കാരമാണ്. ഇതിനെ പറയും പൂർവജന്മാർജിത സംസ്കാരം, പൂർവജന്മ സംസ്കാരം. അതായത് മനസ്സ് മുമ്പുള്ള ശരീരത്തിലിരുന്നു കൊണ്ട്, അതിനു മുമ്പൊക്കെയുള്ള ശരീരത്തിലിരുന്നു കൊണ്ട് ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുടെ എല്ലാം അവശിഷ്ടങ്ങൾ ചിത്തത്തിൽ ഉറഞ്ഞു കിടപ്പുണ്ട്. അതിനെ പറയും പൂർവജന്മ സംസ്കാരങ്ങളെന്ന്. രണ്ടാമത്തെ സംസ്കാരം എന്ന് പറയുന്നത് അച്ഛനമ്മമാർ നമുക്ക് തന്നിരിക്കുന്നതാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു സംസ്കാരമാണ്. മൂന്നാമത് നമുക്ക് ഉള്ളത് സമൂഹത്തിൽ നിന്ന് നമ്മൾ കണ്ട് എടുക്കുന്ന സംസ്കാരമാണ്, ചുറ്റുപാടിൽ നിന്ന് നമ്മൾ എടുക്കുന്നതാണ്. നാലാമത്തെ സംസ്കാരം എന്ന് പറയുന്നത് നാം സത്സംഗങ്ങളിലൂടെ ആർജിക്കുന്നതാണ്. ഏതാണ്? സത്സംഗങ്ങളിലൂടെ. നല്ലത് കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇതല്ല ശരി, ഇതാണ് ശരി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വകതിരിവോടുകൂടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സ്വഭാവത്തെയാണ്, സംസ്കാരത്തെയാണ് ആത്മീയ സംസ്കാരം, സത്സംഗ സംസ്കാരം, ഭാഗവത സംസ്കാരം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സംസ്കാരങ്ങൾ ഉള്ളതുകൊണ്ട് ഇവിടെ അനേകം ജീവന്മാരുണ്ട് എന്ന് പറയുന്നു. വാസ്തവത്തിൽ ജീവന്മാരനേകമില്ല. ഒരേ ആത്മാവിൽ നിന്നാണ് എല്ലാം വന്നതെങ്കിൽ എല്ലാവരും വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ വൈവിധ്യങ്ങളൊക്കെ എവിടെയാണ്? വൈവിധ്യങ്ങൾ, വ്യത്യസ്തങ്ങളൊക്കെ എവിടെയാണ്? ഓരോരുത്തരുടെയും സ്വഭാവത്തിലാണ്. എന്തുകൊണ്ടിങ്ങനെ വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലവരിൽ പ്രബലമായിരിക്കുന്നത്, പ്രിവലൻ്റ് ആയിട്ടിരിക്കുന്നത്, പ്രിഡോമിനൻ്റ് ആയിട്ടിരിക്കുന്നത് പൂർവ്വജന്മത്തിലെ സംസ്കാരമായിരിക്കും. ചില കുട്ടികളെ നിങ്ങൾക്ക് കാണാം, ചെറിയ കുട്ടിയെ ഇരിക്കുമ്പോൾ തന്നെ ഞാനൊരു കാഴ്ച കണ്ടത്, ആ കുട്ടിക്ക് എങ്ങനെ അറിയില്ല, ക്രൂരത, അതിലൊരു സന്തോഷം, ക്രൂരതയിലൊരു സന്തോഷം. അവിടെ റോട്ടിൽ അലഞ്ഞു തിരിയുന്ന ഒരു പട്ടിയുടെ മേല് കൊണ്ടുപോയിട്ട് ചുടുവെള്ളം ഒഴിക്കുന്നു. അത് എന്തിനാ കുട്ടി ഇങ്ങനെ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു സന്തോഷം. ഇപ്പം എവിടുന്ന് കിട്ടി? അച്ഛനമ്മമാർ പറഞ്ഞു കൊടുത്തതല്ല. എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ എന്താ അതിന് ഉത്തരം പറയുക? തീർച്ചയായിട്ടും പണ്ട് ക്രൂരത ചെയ്തതിൻ്റെ സംസ്കാരം ആ കുട്ടിയുടെ ഉള്ളിലുണ്ട്. അത് പ്രകടമാക്കും. അത് ചില കുട്ടികളെ നിങ്ങൾ കാണാറില്ലേ? വളരെ ഒരു വയലൻ്റ് ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. ശാന്തമായി സ്വസ്ഥമായിട്ടിരിക്കുന്ന കുട്ടികളില്ലേ? അടങ്ങിയിരിക്കാത്ത കുട്ടികളില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പോൾ സ്വഭാവങ്ങളിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം ചിലവരിലൊക്കെ പൂർവ്വജന്മ സംസ്കാരം പ്രബലൻ്റ് ആയിരിക്കും, ചിലവരിൽ അച്ഛനമ്മമാർ ഉപദേശിക്കുന്ന സംസ്കാരം പ്രബലൻ്റ് ആയിരിക്കും, ചിലവരിൽ സമൂഹത്തിൻ്റെ സംസ്കാരം പ്രബലൻ്റ് ആയിരിക്കും, ചിലവരിൽ ആത്മീയ സംസ്കാരം വളരെ ശക്തമായിരിക്കും.
ഇങ്ങനെ ഏത് സംസ്കാരമാണ് നമ്മളിൽ പ്രിഡോമിനൻ്റ്ലി സ്ട്രോങ് ആയിരിക്കുന്നത്, ശക്തമായിരിക്കുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ ലോകത്തോട് ഇടപഴകുന്നതും ലോകത്തോട് പെരുമാറുന്നതും. അങ്ങനെയാണ് നമ്മൾ ലോകത്തിൽ വ്യത്യസ്ത സ്വഭാവവിശേഷങ്ങളുള്ള ആളുകളുടെ പെരുമാറ്റത്തെ നമ്മൾ കാണുന്നതെങ്കിൽ ഈ പെരുമാറ്റങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ക്രമേണ മാറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ ആർജിച്ചു വെക്കേണ്ട ഒരു സംസ്കാരം, ഒരു സ്വഭാവം, ഏത് സ്വഭാവമുണ്ടെങ്കിലാണ് എനിക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക? ഏത് സ്വഭാവമുണ്ടെങ്കിലാണ് ഞാൻ ഏതൊരു സത്യത്തിൽ നിന്നാണോ, ഏതൊരു ചൈതന്യത്തിൽ നിന്നാണോ എൻ്റെ മനസ്സ് വന്നിരിക്കുന്നത്, ആ സത്യത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ എൻ്റെ മനസ്സിന് സാധിക്കുക? അത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഏത് സംസ്കാരമാണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് എന്ന്. ചൈതന്യത്തിൽ നിന്ന് വന്നത് ചൈതന്യത്തിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് മറക്കുകയും ചെയ്യരുത്. ഭഗവാൻ പറയുന്നു, ഇന്നലെയും നമ്മൾ കണ്ടു, ഒരു സന്ദർഭത്തിൽ കണ്ടു, ഏത് മനസ്സിനെ അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ? സമബുദ്ധിയുള്ള മനസ്സിനെ എവിടേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ? ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. എങ്കിൽ നാം ഈ പ്രയത്നിക്കുന്നതൊക്കെ ഏത് സംസ്കാരത്തെ വാർത്തെടുക്കാനായിരിക്കണം? ആ സമബുദ്ധിയുള്ള സംസ്കാരത്തെ. ഒരിക്കലൊരു വലിയ സമ്പന്നൻ, ഗ്രാമത്തിലാണ്, വലിയ സമ്പന്നനാണ്, പൊതുവെ ധാർമ്മികനാണെന്നാണ് എല്ലാവരും പറയാറ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു ദരിദ്രൻ വരികയാണ്. കുറച്ച് പ്രായമായിട്ടുള്ളൊരു ദരിദ്രൻ. കണ്ടാൽ തന്നെ മുഴുപട്ടിണിയിലാണ് തോന്നും. കാരണം ശരീരമൊക്കെ അത്ര എല്ലും തോലുമായിട്ട് കാണാൻ പറ്റും നമുക്ക് അയാളുടെ എല്ലിൻ്റെ കൂടാരം. അങ്ങനെയുള്ള ആ ദരിദ്രൻ ആ ധനാഢ്യൻ്റെ വീട്ടിലെത്തി. അപ്പോൾ പാറാവുകാരൻ ഗേറ്റിൽ നിൽക്കുന്നവൻ ചോദിച്ചു, എങ്ങോട്ടാ? മുതലാളി ഒന്ന് കാണണം. എന്തിന്? അല്ല, ഒരു കാര്യം പറയാനാണ്. പറഞ്ഞു. നിർബന്ധമാണോ ചോദിച്ചു. നിർബന്ധമാണ്. അകത്തേക്ക് വിട്ടു. കാരണം മുതലാളി പറഞ്ഞിട്ടുണ്ട്, എന്നെ കാണണമെന്ന് നിർബന്ധം പറഞ്ഞാൽ അകത്തേക്ക് വിട്ടോളൂ എന്ന്. അകത്തേക്ക് വിട്ടു. അങ്ങനെ അകത്ത് ചെന്നു. മുതലാളിയെ കണ്ടു. എന്താ ആവശ്യം? 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ഭക്ഷണം വേണം. ഓ, സന്തോഷമായി. അകത്തുള്ള ആളെ വിളിച്ചിട്ട് പറഞ്ഞു, അടുക്കളക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കൊന്നൊരു അതിഥിയുണ്ട്, സദ്യ ഒരുക്കിക്കോളൂ, ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ഊണ് കഴിക്കാനുണ്ടാവും, ദേ അവിടെ ഇരുന്നോളൂ, ആ മുറിയിൽ ഇരുന്നോളൂ കേട്ടോ, ആവുന്ന സമയത്ത് വിളിക്കാം. ആ ദരിദ്രൻ അവിടെ ഇരുന്നു. അദ്ദേഹം അവിടെ കണ്ണടച്ചിരിക്കാൻ തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞു. ഈ ധനാഢ്യൻ വന്നിട്ട് പറഞ്ഞു, ദേ ഊണ് കഴിക്കാൻ സമയമായി, പോവാലോ എന്ന്. അപ്പോൾ ഈ ദരിദ്രൻ പറയാണ്, നോക്കൂ എത്ര നല്ലൊരു സംസ്കാരം, അകത്തേക്ക് വിളിച്ചിരുത്തണു, എന്നിട്ട് ഒരുമിച്ച് ഊണ് കഴിക്കാം, സദ്യ ഒരുക്കിക്കോളൂ എന്ന് പറയണു. ഇങ്ങനെയൊക്കെ ലോകത്തിൽ ധനാഢ്യന്മാരുണ്ടാവുമോ? ഓ, എന്തോ സുഹൃതിയാണ് തോന്നണു, ഒരു പുണ്യാത്മാവാണ് തോന്നണു. ഇദ്ദേഹം ഇങ്ങനെ അനുഗ്രഹിക്കാൻ തുടങ്ങി മനസ്സുകൊണ്ട്. ഏതായാലും സമയമായി, നമുക്ക് ഊണ് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. ആ പണക്കാരൻ ആദ്യം കൈ കഴുകി, ഇദ്ദേഹത്തിനോട് കൈ കഴുകാൻ പറഞ്ഞു. ഇദ്ദേഹം കൈ കഴുകി. ഒരു പുൽപ്പായ വിരിച്ചു, ഇരുന്നോളൂ എന്ന് പറഞ്ഞു. മറ്റൊരു പുൽപ്പായ വിരിച്ചു, മറ്റാൾ ഇരുന്നു. അപ്പം അവിടെ നോക്കുമ്പോൾ അകത്ത് ഒരു ഭക്ഷണ സാധനവും ഇല്ല, വെപ്പുകാരനും ഇല്ല. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, നോക്കൂ എന്തൊരു സുഭിക്ഷമായ സദ്യാസാധനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന്. നിലത്തേക്ക് നോക്കിയിട്ടേ കണ്ണ് തിരുമ്പി നോക്കി, എന്താ ഏത് നോക്കിയിട്ട് അയാൾ പറയണത് എന്ന്. നിലത്തൊന്നും വെച്ചിട്ടില്ലേ, ഒരു സാധനം ഇല്ല. എന്നിട്ട് ഇയാൾ ഈ ധനാഢ്യൻ പറയാണ്, എത്ര സുഭിക്ഷമായ സാധനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ദാ അങ്ങയുടെ മുന്നിലുണ്ടല്ലോ ഒരു പ്ലേറ്റ്, എൻ്റെ മുന്നിലുണ്ടല്ലോ പ്ലേറ്റ്, വിളമ്പാ നമുക്ക് എന്ന്. അപ്പം ഈ ദരിദ്രൻ വിചാരിച്ചു, ഇത് എന്തൊരു പാപാ ഈശ്വര, ഭ്രാന്താണ് ഈ മനുഷ്യന്, ഒരു സാധനമല്ലേ, എന്തെടുത്തിട്ടാണ് വിളമ്പുക? ഉടനെ ധനാഢ്യൻ പറയാം, ഞാൻ തന്നെ ആദ്യം വിളമ്പാന്ന്. ചോറ് ഇയാൾ വിളമ്പുന്ന പോലെ അഭിനയിക്കുകയാണ്. ഇല്ലാത്ത ചോറ് ഇല്ലാത്ത പാത്രത്തിലേക്ക് ഇല്ലാത്ത കയ്യിലുകൊണ്ട് ഉള്ളതുപോലെ വിളമ്പി. മനസ്സിലായോ? ഇല്ലാത്ത ചോറ് ഇല്ലാത്ത പാത്രത്തിലേക്ക് ഇല്ലാത്ത സ്പൂണ് കൊണ്ട് ഉള്ളതുപോലെ വിളമ്പി. എന്നിട്ട് ഓരോരോ പദാർത്ഥങ്ങൾ വിളമ്പി മറ്റാളോട് പറഞ്ഞു, അങ്ങും വിളമ്പിക്കോളൂ. ആ ദരിദ്രനുണ്ടല്ലോ അതേപോലെ വിളമ്പി. മുഖത്ത് യാതൊരു ചാഞ്ചല്യവും ഇല്ലാതെ, ഒരു വിഷമവും ഇല്ലാതെ. 3 ദിവസം പട്ടിണിയാണ്. എന്നിട്ട് വിളമ്പിയിട്ട് സാമ്പാർ ഈ ധനാഢ്യൻ വായിൽ വെച്ചിട്ട് പറയാം, ഓ എന്ത് നല്ല സാമ്പാർ, ഇത്രയും ദിവസത്തിന് ഞാൻ ഇങ്ങനെ ഒരു ടേസ്റ്റുള്ള സാമ്പാർ കഴിച്ചിട്ടില്ല, എങ്ങനെയുണ്ട് എന്ന്. അദ്ദേഹം പറഞ്ഞു, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നല്ല രുചിയുണ്ട് ഇതിനെന്ന്. അങ്ങനെ ഓരോരോ സാധനങ്ങൾ, ഓ അവിയൽ, ഓലൻ, കാളൻ എന്നൊക്കെ പറഞ്ഞ് മെഴുക്ക് പുരട്ടി, എല്ലാ പുരട്ടികളും ഉണ്ട്. ഇതൊക്കെ പുരട്ടി കഴിഞ്ഞ് അവസാനം ഭക്ഷണം കഴിച്ചാൽ തൈര് കൂട്ടൂ.
അപ്പോഴേക്കും പായസം നമ്മൾ വിളമ്പിയില്ലല്ലോ, ഇയാൾ പായസം എടുത്ത് വിളമ്പണം. അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളും വിളമ്പിക്കോളൂ എന്ന്. എങ്ങനെയുണ്ട് എന്ന്. നല്ല അട്ടപ്രഥമൻ കേമായിട്ടുണ്ട് എന്ന്. ദരിദ്രനും പറഞ്ഞു, ഇതുപോലൊരു മനപ്പായസം ഞാനും കഴിച്ചിട്ടില്ല എന്ന്. കേമായിട്ട് നല്ല പായസം എന്ന്. അങ്ങനെയൊക്കെ കമൻറ്റുകൾ പറഞ്ഞ് ധനാഢ്യൻ പറഞ്ഞു, എന്നാൽ നമുക്ക് എണീക്കാം, എൻ്റെ വയറങ്ങോട്ട് നിറഞ്ഞിരിക്കണു. ആ വയറ് നിറഞ്ഞതിൻ്റെ സിഗ്നലും മറ്റാളും വിട്ടില്ല, 2 എണ്ണം രണ്ടുപേരും കൈ കഴുകി. എന്നിട്ട് ഇയാൾ പുറത്ത് വന്നപ്പോൾ ദരിദ്രൻ്റെ മുഖത്ത് യാതൊരു മാറ്റവും ഇല്ല, അങ്ങനെ തന്നെ ആ പ്രസന്നത. അപ്പോൾ ഈ ധനാഢ്യൻ ചോദിക്കുകയാണ്, ചെന്നിട്ട് കൈ പിടിച്ചിട്ട്, 3 ദിവസം മുഴുപട്ടിണിയിലായ അങ്ങയ്ക്ക് ഭക്ഷണം തരാതെ ഇങ്ങനെ ഞാൻ പരിഹസിച്ച് അപമാനിച്ചിട്ടും അങ്ങയുടെ മുഖത്ത് യാതൊരു മാറ്റവും വന്നില്ലല്ലോ, പ്രസന്നത വിട്ടില്ലല്ലോ, എന്തുകൊണ്ടാത്? ഉടനെ അദ്ദേഹം പറയാണ്, എൻ്റെ ശരീരത്തിനെ സുഹൃത്തെ ദാരിദ്ര്യമുള്ളൂ, എൻ്റെ മനസ്സിനെ ദാരിദ്ര്യമാക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. ഭഗവത് സ്മരണം കൊണ്ട് ധന്യമായ മനസ്സിൻ്റെ ഉടമയാണ് ഞാൻ. ഭഗവാനിലേക്ക് അത്ര ഉറപ്പിച്ചിട്ടുണ്ട് മനസ്സിനെ. ഇതൊക്കെ ഭഗവാന്റെ പ്രഭുവിൻ്റെ ഒരു ലീലാവിലാസങ്ങളല്ലാതെ എന്താ ഞാൻ പറയേണ്ടത്? 3 ദിവസം പട്ടിണി കിടക്കാൻ പറഞ്ഞു, ഞാൻ പട്ടിണി കിടന്നു. ഇന്ന് അങ്ങയുടെ അടുത്ത് വരാൻ പറഞ്ഞു, അങ്ങയുടെ അടുത്ത് വന്നു. അങ്ങിങ്ങനെയൊക്കെ ഓരോ ലീലകൾ കാണിച്ചു. അതാ പ്രഭുവിൻ്റെ ലീലയല്ലാതെ ഒരു കൈകൊണ്ട് പ്രഭു ഭക്ഷണം തരുന്നു, മറു കൈകൊണ്ട് പ്രഭു വരണു, ഇല്ല എന്ന് പറയണു, ലീലകൾ കളിക്കണു. ഒരു വിഷമവും ഇല്ലേ സുഹൃത്തെ, പ്രഭുവിൻ്റെ ലീലകളാണെന്ന്. ഇത് കേട്ടതും ഉടനെ തന്നെ ആ ധനാഢ്യൻ കണ്ണിൽ നിന്ന് ധാരധാരയിട്ട് കണ്ണുനീര് വരാൻ തുടങ്ങി. അദ്ദേഹം പറയാണ്, ഇന്ന് രാവിലെ എനിക്കൊരു സ്വപ്നം ഉണ്ടായി. ഭഗവാൻ തന്നെ എന്നോട് പറയുകയാണ്, അങ്ങയുടെ വീട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട് എന്ന്. എങ്ങനെയാണ് ഭഗവാനെ കണ്ടുപിടിക്കുക എന്ന് എനിക്കറിയില്ല. അപ്പം ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ്, മുഖപ്രസന്നത ഉണ്ടാവട്ടോ എന്ന്. വരുന്ന ആൾക്ക് മുഖപ്രസന്നതയുണ്ടാവും, ക്ഷമയുണ്ടാവുമെന്ന്. അപ്പം മനസ്സിലാക്കിക്കൊള്ളണമെന്ന്. ഞാൻ സത്യത്തിൽ വന്നത് ഭഗവാനാണോ എന്ന് പരീക്ഷിച്ച് നോക്കുകയായിരുന്നു. കാൽക്കൽ വീണ് പാതാരവിന്ദത്തിൽ വീണുകൊണ്ട് പറഞ്ഞു, ഭഗവാൻ തന്നെയാണ് എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത്, സംശയമില്ല. എന്നിട്ട് അകത്ത് കൊണ്ടുപോയി ഗംഭീരമായ സദ്യ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി എനിക്കൊരു അപേക്ഷയുണ്ട്, എനിക്ക് മറ്റൊരു വീടുണ്ട്, അവിടെ അങ്ങ് താമസിക്കണം. എന്നിട്ട് എല്ലാ വൈകുന്നേരങ്ങളിലും നമുക്ക് സത്സംഗങ്ങൾ നടത്തണം, ഭഗവാന്റെ നാമസങ്കീർത്തനം പാടണം, എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വെറുതെ നാമം ചൊല്ലിയാൽ പോരാ, ഈ ശരീരം പ്രഭുവിന് സേവ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് എന്തെങ്കിലും സേവ തരൂ. പിന്നാ സേവ നഹി പൂജ. സേവയില്ലാതെ പൂജയാവില്ല. അതുകൊണ്ട് ഈ സേവ ചെയ്തുകൊണ്ട് നാമസങ്കീർത്തനം പാടിക്കൊണ്ട് ഞാൻ അങ്ങേ സേവിച്ചു കൊള്ളാം, ഭഗവത് ഭക്തനെ സേവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഈ ധനാഢ്യൻ ചോദിക്കുകയാണ്, ഒരു ഭക്തന് യഥാർത്ഥ ഭക്തിയിലേക്ക് എത്തണമെങ്കിൽ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു. പ്രധാനമായിട്ട് ഈ 3 എണ്ണം അയാളുടെ ഉള്ളിലുണ്ടാവണം. ഒന്നാമത്തത് ക്ഷമയാണ്. ആരെങ്ങനെ പരീക്ഷിച്ചാലും മനസ്സൽപ്പം പോലും പതറാത്ത വിധത്തിൽ ക്ഷമിക്കാനുള്ള മനസ്സ് വേണം. ക്ഷമയില്ലേ ഭക്തന് ഉയരാൻ സാധ്യമല്ല. നമ്മളെ പരീക്ഷിക്കുക എങ്ങനെയാണ്? ക്ഷമയുണ്ടോ എന്ന്. രണ്ടാമത്തതാണ് മുഖപ്രസന്നത എന്നുള്ളത്. സന്തോഷം ഒരിക്കലും എവിടുന്ന് പോകരുത്, മുഖത്ത് നിന്ന് പോകരുത്. അങ്ങനെ നമ്മൾ പിടിച്ചു നിർത്തണം. മൂന്നാമത്തത് പറയാണ്, മനസ്സിൽ ദൃഢമായ ഉറപ്പുണ്ടാവണം, കൂടെ ഭഗവാനേ ഉള്ളൂ. എന്തൊക്കെ പരീക്ഷണങ്ങൾ വന്നാലും ആരെ വിടില്ല? ഭഗവാനെ ഞാൻ വിടില്ല. ഇതൊക്കെ ഉണ്ടോ, അങ്ങയുടെ മനസ്സിനെ പിടിച്ചുയർത്താൻ സാധിക്കും. വളരെ സന്തോഷമായ ധനാഢ്യന് തൻ്റെ ജീവിതം ഉയർത്താൻ വന്ന ഒരു മഹാപ്രഭു. ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. പലപ്പോഴും നമ്മൾ അമ്പലങ്ങളിൽ പോവാറുണ്ടെങ്കിലും പല പൂജകളും പല നാമങ്ങളൊക്കെ ചൊല്ലാറുണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് ഈ 3 എണ്ണം വളരെ കുറവാണ്. ഏത്? ക്ഷമ എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ ടെമ്പറായിപ്പോവും. പറയേണ്ടത് പറഞ്ഞു, കൊടുക്കേണ്ടത് കൊടുത്തു, ചെയ്യേണ്ടത് ചെയ്തു, ബസ്. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് നാരായണ 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 ജപിക്കും. നമുക്ക് വേണ്ടുന്നൊരു യോഗ്യതയാണ് ക്ഷമ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഭക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഉള്ളിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ സ്വഭാവം പലപ്പോഴും മനസ്സിലാവുക. ഉള്ളിലേക്ക് എത്തുന്ന സമയത്ത് ഒരിക്കലൊരു മുത്തശ്ശിയമ്മ, അവർ നല്ലോണം പ്രായമായി, ഭർത്താവ് മരിച്ചു, ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ, അതും മരിച്ചു. മുത്തശ്ശി പ്രായമായി ഇങ്ങനെ തട്ടിമുട്ടി കൊണ്ടുപോവുക ജീവിതം. ഇവരുടെ വീടിൻ്റെ നേരെ എതിർവശത്ത്, മുത്തശ്ശിയുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അവിടുത്തെ വീട്ടിലൊരു 10-18 വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട്. ഒരു വശത്ത് കാല് തളർന്നിരിക്കണു, മറുവശത്ത് ക്യാൻസറും. ആ കുട്ടിക്ക് ഇല്ലാത്ത രോഗങ്ങളില്ല. അപ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ കണ്ട്
നാട്ടുകാരൊക്കെ കൂടി സഹായിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്ലഡ് ക്യാൻസർ. ഡോക്ടർമാരൊക്കെ കൈയൊഴിഞ്ഞു, രക്ഷപ്പെടാനുള്ള വഴിയില്ല. അപ്പോൾ ഈ മുത്തശ്ശിയമ്മ ഉണ്ടല്ലോ ദിവസവും ആ വീട്ടിലേക്ക് നോക്കി ആ പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് മനസ്സിൽ വെച്ചുകൊണ്ട് ഭഗവാനോട് പറയും, ഭഗവാനേ, അങ്ങേക്കൊരു ജീവനാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഈ ഉള്ളവളെ കൊണ്ടുപോയിക്കോളൂ, ഇനി ഇവളെ ഇവിടെ ഇടേണ്ട ആവശ്യമില്ല, അതിന് കൊടുക്കൂ ജീവിതം ഭഗവാനെ, അതിനും വേണ്ട ഒരു ജീവിതം എന്നൊക്കെ പറഞ്ഞ് ഉച്ചത്തിൽ കരയും. എന്നിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയിട്ട് അതിൻ്റെ തലയൊക്കെ തലോടിക്കൊണ്ട് പറയും, മോളെ, ഈശ്വരൻ കുട്ടിയെ കാക്കാതിരിക്കില്ല, ഒരു ജീവനെ വേണ്ടിച്ചാൽ എന്നെ കൊണ്ടുപോയിക്കോട്ടെ, എൻ്റെ ജീവൻ കുട്ടിക്ക് തന്നോട്ടെ, കുട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടിയെ ആശ്വസിപ്പിക്കും. ദിവസവും വരും മുത്തശ്ശി. അപ്പോൾ കുട്ടിക്ക് അതിലൊരു പ്രതീക്ഷയായി. അങ്ങനെ ഇരിക്കിയൊരു സംഭവം ഉണ്ടായി. ഈ മുത്തശ്ശിയമ്മ അന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ച, എവിടെ നിന്നോ ഒരു പോത്ത്, നല്ല കറുത്ത പോത്ത്, അത് അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ നടന്ന് ഒരു കടയുടെ മുന്നിൽ വലിയ മൺകലത്തിൽ ഉപ്പിട്ട് വെച്ചിരുന്നു. പണ്ടൊക്കെ ഉപ്പൊക്കെ പുറത്ത് വയ്ക്കും കടയിലൊക്കെ, ആളുകളൊന്നും എടുത്തുകൊണ്ടാവാത്ത കാലമാണ്. ഇന്നിപ്പോൾ ഉപ്പും കൂടി വെക്കാൻ പറ്റാത്ത കാലമായിരിക്കണം. കാലം മാറി കോലവും മാറി. അപ്പോൾ ഈ പുറത്ത് വെച്ചിരിക്കുന്ന മൺകലത്തിൽ, അല്ലേ, പണ്ട് കാലത്ത് അങ്ങനെ ഇരുന്നില്ലേ, പച്ചക്കറി തുടങ്ങിയ സാധനങ്ങളൊക്കെ പുറത്തായിരുന്നു വെച്ചിരുന്നത്. ഇപ്പോഴല്ലേ ഇതൊക്കെ അകത്ത് വയ്ക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഈ പോത്ത് തലയിട്ടു. ഏതിൻ്റെ അകത്തേക്ക്? ഈ മൺകലത്തിൻ്റെ അകത്തേക്ക്. ഇവിടെ ഒരു പട്ടി കുടുങ്ങിയത് കണ്ടില്ലേ, 2 ദിവസം മുമ്പ് പത്രത്തിൽ വായിച്ചില്ലേ? അതുപോലെ തന്നെ പോത്തിൻ്റെ അവസ്ഥ. പോത്ത് തലയെടുക്കാൻ നേരത്ത് ഈ മൺകലം കുടുങ്ങി. പോത്തിന് നിവൃത്തിയില്ല. പോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞുകൊണ്ട് പിന്നെ നേരെ വരുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്കാണ്. മുത്തശ്ശിയാണെങ്കിൽ കുട്ടിക്കാലത്തെ കേട്ടിട്ടുണ്ട് യമൻ്റെ വാഹനം പോത്താണെന്ന്. മുത്തശ്ശിക്ക് മനസ്സിലായി, ഇത്രയും ദിവസം കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിട്ടേ കൊണ്ടുപോകാൻ വന്നിരിക്കുക. ആ പോത്തിനെ കണ്ടതും മുത്തശ്ശി അലറാൻ തുടങ്ങി. ഇങ്ങോട്ടല്ല ഭഗവാനെ, ഇങ്ങോട്ടല്ല, ആ വീട്ടിൽ അവിടെയാ പോവാനുള്ളത്. ഞാനല്ല, എനിക്ക് ആയിട്ടില്ല. അപ്പം നമ്മൾ വാസ്തവത്തിൽ അനുഭവങ്ങൾ വരുമ്പോണ്ടല്ലോ, നമ്മൾ പറയുന്നതൊന്നും ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അപ്പം നമ്മൾ മാറ്റം വരുത്തണം. അതിനെന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത്? ഭഗവാൻ ഇന്നലെ പറഞ്ഞു, അമ്മേ ദിശത പരകായമം മാനിനോ ഭിന്നദർശിന ഭൂതേഷു ബദ്ധവൈരസ്യം ന മനഃശാന്തി മൃച്ഛതി. 29-ാം അധ്യായത്തിൽ 23-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഇത് വളരെ വ്യക്തമായി പറഞ്ഞു തരികയാണ്. നമുക്ക് ഇതൊക്കെ നല്ലവണ്ണം ഉൾക്കൊള്ളണം. നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ പലപ്പോഴും നമുക്ക് ചിലതൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യങ്ങൾ നഷ്ടപ്പെടുന്നത് കാണാം. ചിലർ പറയാറുണ്ട്, കിട്ടുന്ന വിചാരിച്ചാണ് കിട്ടിയില്ല എന്ന്. പലരുടെയും അനുഭവം അങ്ങനെയാണ്. ഇൻ്റർവ്യൂവിനൊക്കെ പോയി, എല്ലാം ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, കിട്ടുന്ന വിചാരിച്ച പക്ഷെ കിട്ടിയില്ല. അതുപോലെ തന്നെ കല്യാണമൊക്കെ ശരിയെന്ന് വിചാരിച്ച അപ്പോഴേക്കും എന്തോ ക്യാൻസലായി. ഇങ്ങനെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാം നടക്കും, എല്ലാം കിട്ടും, എല്ലാം അനുഭവിക്കാൻ സാധിക്കും എന്ന് വിചാരിച്ച് കഴിക്കാൻ നേരത്ത് അല്ലെങ്കിൽ അനുഭവിക്കാൻ നേരത്ത് അത് നമുക്ക് നഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാണ് അത്രയത്? നാം എവിടെയൊക്കെയോ ആർക്കൊക്കെയോ കൊടുത്തു വയ്ക്കുന്ന വേദനകൾ അത് നമ്മുടെ പിന്നാലെ കർമ്മത്തിൻ്റെ ഫലത്തിൻ്റെ രൂപത്തിൽ നമ്മളെ പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട്. ഈ ശരീരത്തെ 3 പേര് പ്രദക്ഷിണം വയ്ക്കേണ്ടതെന്നാണ്. ഈ ശരീരത്തിൻ്റെ നേരെ ഒന്നാമത്തത് കാലമിങ്ങനെ പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട്, നമ്മളറിയുന്നില്ല. ഓരോ നിമിഷവും നമ്മൾ ആ ചക്രത്തിലൂടെ കടന്നു പോവുകയാണ്. രണ്ടാമത്തത് പല കർമ്മങ്ങളും ചെയ്യണം എന്നുള്ള ആ ഒരു കാമതൃഷ്ണകൾ ഈ ശരീരത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട്. ഇനിയും പലതും ചെയ്യണം. മൂന്നാമത്തത് ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ കർമ്മഫലങ്ങൾ ആർക്ക് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട്? ഈ ശരീരത്തിന് ചുറ്റും. നമ്മൾ കാണുന്നില്ല. ഇപ്പം ഈ അന്തരീക്ഷത്തിൽ എത്രയോ മൊബൈൽ കമ്പനികളുടെ, എത്രയോ വെബ്സൈറ്റുകളുടെ സിഗ്നലുകളില്ലേ? ഉണ്ടോ ഇല്ലയോ? നമുക്ക് കാണാൻ പറ്റില്ല, നമ്മുടെ ചുറ്റുമുണ്ട്. ഓരോ കമ്പനികളുടെയും സിഗ്നലുകൾ നമ്മുടെ അടുത്തുകൂടെ പോകുമ്പോഴും നമ്മളാരും കാണാത്തതുപോലെ കർമ്മത്തിൻ്റെയും കർമ്മഫലത്തിൻ്റെയും കാലത്തിൻ്റെയും ചക്രം നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ചിരിയുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ വേദനാത്മകമാണെങ്കിൽ ആ വേദനാത്മകമായ ഫലം നാം അനുഭവിക്കേണ്ടുന്ന ഫലത്തെ തട്ടിമാറ്റിക്കളയും. അനുഭവിക്കാൻ നമ്മളെ സമ്മതിക്കില്ല. പണ്ട് ഒരു മാനിന് വേണ്ടി മോഹിച്ചു പോയ സീതാദേവിക്ക്
മാനിന് വേണ്ടി മോഹിച്ചു. ആ സീതാദേവിക്ക് ഗർഭിണിയായിരിക്കുമ്പോൾ കേൾക്കേണ്ടി വന്നത് തൻ്റെ ചാരിത്രം ശരിയില്ല എന്നുള്ളതാണ്, അല്ലേ? ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ പരിചരണവും കൊട്ടാരത്തിൽ നിന്നുള്ള ശുശ്രൂഷയും അനുഭവിക്കുന്നതിന് പകരം ആ ദേവിക്ക് ഒരാശ്രമത്തിൽ കാട്ടിൽ പോയി താമസിക്കേണ്ടി വരുന്നു. സ്വന്തം വീട്ടിലോ ഭർത്താവിൻ്റെ വീട്ടിലോ പ്രസവിക്കാൻ ഭാഗ്യമില്ലാത്ത ആളായിരുന്നു ആര്? സീതാദേവി. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കണോ ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെയോ ചെയ്യുന്നൊരു പ്രവൃത്തിയുടെ വേദന പിന്നീടൊരു സന്ദർഭത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത് നിവൃത്തിയില്ലാത്തതാണ്. അപ്പോൾ പിന്നെ കർമ്മങ്ങൾക്കെല്ലാം പ്രതികർമ്മമുണ്ടെങ്കിൽ നാം കഴിയുന്നതും ആരെയും വേദനിപ്പിക്കാതിരിക്കണം. ഇതാണ് ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത്.